ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് പല റിലേഷൻഷിപ്പിലും നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ് വിശ്വാസവഞ്ചന എന്ന് പറയുന്നത്. അതായത് ആദ്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവിടെ ഒരു വഞ്ചന സംഭവിക്കുക. അതായത് ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മുടെ പാർട്ട്ണറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വഞ്ചന നേരിടേണ്ടി വരുന്നത്. സോ ഇത്തരത്തിൽ വിശ്വാസവഞ്ചന റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതിന് കുറേ കാരണങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയായിരിക്കും സാധാരണയായിട്ട് കാണാൻ കഴിയുന്ന കാരണങ്ങൾ എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം സാധാരണയായി നമ്മൾ കാണാറുള്ള അല്ലെങ്കിൽ സാധാരണയായിട്ട് സംഭവിക്കാറുള്ള വിശ്വാസവഞ്ചനയുടെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആശയവിനിമയത്തിന്റെ അഭാവം തന്നെയാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മളെല്ലാവരും പറയാറുണ്ട്, ഏതൊരു ബന്ധം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ ബേസ് എന്ന് പറയുന്ന ഫാക്ടേഴ്സിൽ ഒന്നാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം നന്നാവുന്നു അത്രത്തോളം ആ രണ്ടുപേർക്കിടയിലുള്ള സ്നേഹവും ബോണ്ടിങ്ങും കൂടാറുണ്ട്. നേരെ മറിച്ച് അത് എത്രത്തോളം കുറയുന്നു അത്രത്തോളം അവിടെ ഗ്യാപ്പും വരാറുണ്ട് എന്നുള്ളതാണ്. അത്രയും വലിയൊരു പവറാണ് ഈ ഒരു ആശയവിനിമയത്തിനുള്ളത്. സോ ഇത്തരത്തിൽ ഇപ്പം നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം ഇല്ലായ്മ മീൻസ് കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു വിശ്വാസവഞ്ചനയ്ക്കുള്ള സാധ്യത നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ആശയവിനിമയം നടക്കാത്തതുകൊണ്ട് മാത്രം അവിടെ വിശ്വാസവഞ്ചന സംഭവിക്കൂ എന്നുള്ളതാണ്. അങ്ങനെ അല്ലാത്ത കുറേ ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ലല്ലോ എന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ കുറവ് കൊണ്ട് ഒരു വിശ്വാസവഞ്ചന ചെയ്യാൻ കഴിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങൾ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ ഇപ്പോൾ വീഡിയോ കാണുന്ന 10ൽ 2 പേരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം നേരിടുന്ന ആളുകളുണ്ടായിരിക്കാം അവരുടെ പാർട്ട്ണറുടെ ഭാഗത്ത് നിന്ന്. സോ അങ്ങനെയുള്ളതിൽ അതായത് ഇത്തരത്തിൽ വിശ്വാസവഞ്ചനകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ആശയവിനിമയത്തിന്റെ അഭാവം തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് വൈകാരികമോ അല്ലെങ്കിൽ ശാരീരികമോ ആയ ആവശ്യങ്ങൾ നിറവേറ്റാതെ വരുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി അവർക്ക് കുറേ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഇമോഷണലി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരുപാട് ഇങ്ങനെ വിഷമമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. സോ ഇത്തരത്തിൽ നമ്മൾ ഒന്ന് ബാക്കിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നമ്മളൊന്ന് നിരാശപ്പെട്ടു പോകുന്ന, ടെൻഷൻ വരുന്ന, വിഷമിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഒരു പേഴ്സൺ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രസൻസ് നമ്മുടെ പാർട്ട്ണറുടെ ഭാഗത്ത് നിന്ന് കിട്ടാതെ വരുന്ന ഒരു ടൈമിൽ, അതായത് അവരങ്ങനെ അല്ലാതിരിക്കുമ്പോൾ മീൻസ് നമ്മൾക്ക് അവരെ ആവശ്യമുള്ള സമയത്ത് അവർ അവൈലബിൾ ആവാതിരിക്കുന്ന സമയത്തും ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് അവരോടുള്ള സ്നേഹം കുറയാം. അതേപോലെ തന്നെയാണ് തിരിച്ചും സംഭവിക്കുന്നത്. നിങ്ങൾ അവർക്ക് തീരെ അവൈലബിൾ അല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഒരു വിശ്വാസവഞ്ചന സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, കുറച്ചൊക്കെ അവൈലബിൾ ആവാതിരിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മുമ്പെയുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ, എപ്പോഴും അവൈലബിൾ ആയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് തീരെ സ്നേഹം ഉണ്ടാവില്ല എന്നുള്ളത്. പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്കുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്, നമ്മൾ അവൈലബിൾ ആവരുത് എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും അവൈലബിൾ ആവരുത് എന്നല്ല. ഇപ്പൊ നിങ്ങൾ എപ്പോഴും അവർ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുകയും അവരുടെ മെസ്സേജിന് നെക്സ്റ്റ് സെക്കൻഡിൽ ആൻസർ കൊടുക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളോടുള്ള വാല്യൂ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് എപ്പോഴെങ്കിലും ബിസിയായി മാറുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ബിസി ആവണം എന്നുള്ളതല്ല. നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആവുന്ന ഒരാളാണെങ്കിൽ ആ ഒരു അവൈലബിൾ ആവുന്നത് ചെറുതായി കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും എപ്പോഴും നിങ്ങൾ ബിസിയായി മാറണം, തീരെ അവൈലബിൾ ആവരുത് എന്നുള്ളതല്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറയാനും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇല്ലാതാക്കാനും കാരണമാവും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് എപ്പോഴും അവൈലബിൾ ആവാതിരിക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹം, ആ ഒരു ബന്ധം നിലനിൽക്കെ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു വിശ്വാസവഞ്ചന അവിടെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രതിബദ്ധതകളുടെയോ അല്ലെങ്കിൽ മൂല്യങ്ങളുടെയോ അഭാവം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് അവരുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. അതായത് ഇയാള് എൻ്റെ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇവരുമായിട്ടാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്, അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമുക്ക് ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കും. മീൻസ് നമുക്ക് പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളൊന്നും ആ ഒരു പേഴ്സൻ്റെ അടുത്തില്ല. അതേപോലെ തന്നെ മൂല്യവും അവിടെ കിട്ടുന്നില്ല. മീൻസ് അപ്പോൾ നമുക്ക് വേണ്ട വാല്യൂ ഒന്നും ആ റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല, റെസ്പെക്ട് കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ അവർ നിങ്ങളെ ഒരു വഞ്ചനയ്ക്ക് ഇരയാക്കാൻ, അതായത് അവർ നിങ്ങളോടൊരു വിശ്വാസവഞ്ചന കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആഘാതങ്ങളൊക്കെയാണ്. അതായത് നിങ്ങൾ മുൻപേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം.
അതിൽ പലതും ഇപ്പോഴും പരിഹരിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളത് വളരെ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് കാണുന്ന ഒരാളായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സൺ അത് അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ ഇതുവരെ സംഭവിച്ചതിൽ വെച്ച് അവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും അവർ മുന്നേ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. സോ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ മനസ്സിൽ അത് കിടക്കുന്നുണ്ടാവും. നേരെ മറിച്ച് ഇപ്പം നമ്മളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് എത്ര വലുതാണെങ്കിലും നമ്മളത് പറഞ്ഞ് സോൾവ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അതിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തു ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് അത് പോകും എന്നുള്ളതാണ്. പിന്നെ അവർ അതിനെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ പറയുകയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ റയർ ആയിട്ടുള്ള ആളുകൾ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടായിരിക്കില്ല. പക്ഷേ നേരെ മറിച്ച് ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് നമ്മളത് അധികം മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. അതായത് പ്രത്യേകിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കുന്നില്ല, അതിന്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൽ നിൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. സോ അത്തരത്തിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിഷമം മീൻസ് അതിന്റെ ആഘാതം എത്രത്തോളം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുണ്ടാവുള്ളൂ. അത് അവർക്ക് സഹിക്കാൻ പറ്റാത്തത്രയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങളോട് സ്നേഹം കുറയുമ്പോൾ അവിടെ സംഭവിക്കുന്നതും ഈ പറയുന്ന വിശ്വാസവഞ്ചന തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ നമ്മൾ സാധാരണയായിട്ട് കാണാറുള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഓരോന്നിലും നിങ്ങളുടെ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മളൊന്ന് എല്ലാവരുടെയും കാര്യങ്ങൾ എടുത്തു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ അവിടെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ അഫെയർ കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് പറയാം അത് മുഴുവനായിട്ടും ആ ഒരു പേഴ്സന്റെ ഭാഗത്തുള്ള തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കുറവായിട്ടുള്ള സ്നേഹമായിരിക്കും ആ പേഴ്സണ് കൊടുക്കുന്നുണ്ടാവുക, അതായത് അവർ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് കൊടുക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഇത് രണ്ടും നമുക്ക് അപകടമാണ്. സോ നമ്മളൊരു മിനിമം ലെവലിൽ, അതായത് അവർക്ക് വേണ്ടത്ര മാത്രം കൊടുത്താൽ മതി. ഓവറായിട്ട് കൊടുക്കുന്നതോ തീരെ കൊടുക്കാതിരിക്കുന്നതോ ക്ഷാമം അനുഭവിക്കുന്നതൊന്നും വളരെ നല്ല കാര്യം ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അതിന്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെയൊക്കെ ആയിരിക്കും സാധാരണയായിട്ട് കാരണങ്ങൾ വരാറുള്ളത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലേക്കൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അതായത് ആശയവിനിമയം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആശയവിനിമയം കുറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. സോ അതിനെ ആ ഒരു പ്രോബ്ലം ഇല്ലാതാക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതായത് ഇത്തരത്തിൽ വിശ്വാസവഞ്ചന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട്, അല്ലെങ്കിൽ വിശ്വാസം നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ ഇത് കണ്ടു കഴിഞ്ഞ ആളുകളാണെങ്കിൽ ആ ഒരു വീഡിയോ വരുന്നുണ്ട്, ആ ഒരു വീഡിയോ കൂടി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്